ഒരു കുഞ്ഞു ടാസ്ക്, ഒരു കുഞ്ഞു പണി കൊടുക്കുവാണ് കേട്ടോ. ചിലപ്പോ അവരെനിക്ക് തിരിച്ചു നല്ല പണി തരുമായിരിക്കും. ഇവിടെ നല്ലൊരു കളക്ഷൻ പ്ലാന്റ്സ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഒരു താല്പര്യം വന്നതാണ്. പ്ലാന്റ് സയന്റിസ്റ്റുകളാകാനുള്ള കുട്ടികളാണ്. അപ്പൊ അവരുടെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു. ഹായ് ഫ്രണ്ട്സ്, ജൂബീസ് ക്രിയേറ്റീവ് ഹബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഫേമസ് ആയ ഒരു കോളേജാണ് തൊടുപുഴ ന്യൂമാൻസ് കോളേജ്. അവിടുത്തെ ബോട്ടണി വിഭാഗത്തിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ചെടികൾ നേരിട്ട് പരിചയപ്പെടാനും അതുപോലെ തന്നെ അതിൻ്റെ പേരുകളൊക്കെ അറിയാനും, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അവരിൽ നിന്ന് പഠിക്കാനുണ്ട്. കാരണം എനിക്ക് പ്രാക്ടിക്കലായിട്ടുള്ള വിവരങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ആണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ 2 ടീച്ചേഴ്സും വന്നിട്ടുണ്ട്. 15-16ഓളം കുട്ടികളും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇവർക്ക് ആദ്യം ഒരു കുഞ്ഞു ടാസ്ക്, ഒരു കുഞ്ഞു പണി കൊടുക്കുവാണ് കേട്ടോ. ചിലപ്പോൾ അവരെനിക്ക് തിരിച്ചു നല്ല പണി തരുമായിരിക്കും. എന്നാലും നമുക്ക് ആ പണിയിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കണ്ടിട്ട് കുറച്ച് പ്ലാന്റ്സിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അതവർ എഴുതണ്ട. അല്ലാതെ എഴുതാത്ത പ്ലാന്റ്സിന്റെ അവർക്ക് അറിയാവുന്ന പ്ലാന്റ്സ് മാത്രം അവരൊന്ന് ലിസ്റ്റ് ചെയ്തോട്ടെ. അപ്പൊ അവര് 3 ഗ്രൂപ്പ് ആവുന്നു. പെട്ടെന്ന് 2 മിനിറ്റിന്റെ ടാസ്ക് ആണ്. വേഗം അവര് ലിസ്റ്റ് ചെയ്ത് വരുന്നു. പ്ലാന്റിന്റെ പേരുകൾ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കത് നമ്മൾ പ്ലാന്റ് തിരിച്ചറിഞ്ഞ് അവിടെ അത് സെറ്റ് ചെയ്യാൻ പറ്റുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്തൊന്ന് വായിക്കുകയാണ്. പീനട്ട് ബട്ടർഫ്രൂട്ട്, വിഗ്നോണിയ, കാക്ടസ്, ഡാലിയ, ടെറിസ്, ചെമ്പകം, ആന്തൂരിയം, ഹിബിസ്കസ്, ഓൾട്ടനാന്തിറ, ഡ്രസീന, ഓർക്കിഡ്, സ്നേക്ക് പ്ലാന്റ്, വിന്റർ ക്രീപ്പർ, മണി പ്ലാന്റ്, പാതിരാമുല്ല, കർലീഫ് പ്ലാന്റ്, അലോവേറ, 10 മണി, കനകാംബരം, കോസ്റ്റസ്, ചൈനീസ് ബോൾസം, റോസ്, ആഫ്രിക്കൻ പായൽ, ഇലഞ്ഞി, തുളസി, ചങ്ങലംപരണ്ട, കാട്ടുചെത്തി, ചീര, കൂവ, നന്ദിയാർവട്ടം, ഗ്രേപ്പ് വൈൻ. ഗ്രൂപ്പ് 2 അവരെ പ്രസന്റ് ചെയ്യാണ്. ജറബറ, ബ്രോക്കൺ ഹേർട്ട്, ചെമ്പകം, മണി പ്ലാന്റ്, പീനട്ട് ട്രീ, കാറ്റക്സ്, അഡീനിയം, ചെത്തി, അരീലിയ, സ്നേക്ക് പ്ലാന്റ്, യൂഫോർബിയ, 10 മണി, ഫേൺസ്, നമ്പ്യാർവട്ടം, അഗ്ലോണിമ, റോയൽ ലീഫ്, ബോഗൻവില്ല, കറി ലീവ്സ്, നർവ് പ്ലാന്റ്, ബട്ടർഫ്ലൈ പ്ലാന്റ്, ആന്തൂറിയം, പിങ്ക് സ്ട്രൈപ്പ്, കലാത്തിയ, അലോവേറ, തുളസി, പെപ്പർ, പീകോക്ക് പ്ലാന്റ്, ഹൈക്കോണിയ, ബ്രഹ്മി, ടർമറിക്, കുക്കുംബർ, ചീര, ബോൾസ്. കറി ലീഫ്, ബട്ടർഫ്ലൈ പ്ലാന്റ്, അലോവേറ, ഫേൺ, ഹിബിസ്കസ്, മണിപ്പൂർക്ക, പനീർ ചാമ്പ, കൃഷ്ണതുളസി, ടെർമറിക്, ചീര, വെണ്ട, കാക്ടസ്, റോസ്, ജറബറ, മാവ്, ചെത്തി, പീനട്ട്, ആമ്പൽ. ഞങ്ങൾ ബോട്ടണി സ്റ്റുഡൻസ് ആണ് ന്യൂമാൻ കോളേജിലെ. പ്രധാനമായിട്ട് ഞങ്ങൾ വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം പരിസ്ഥിതി സംരക്ഷണം, അതുപോലെ തന്നെ അതിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ലൊരു കളക്ഷൻ പ്ലാന്റ്സ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കുട്ടികളുടെ ഒരു താല്പര്യം കൊണ്ട് വന്നതാണ്. ഏതൊക്കെ തരത്തിലുള്ള ചെടികളാണ്, പ്രധാനമായിട്ട് ഇവർ ചെടികളെ പറ്റി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പം പശ്ചിമഘട്ടത്തിലെ ചെടികളുടെ ഒരു കൺസർവേഷനെ പറ്റി ഒരു ഭീഷണി നേരിടുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ചെടികളൊക്കെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്നറിയുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ അറിഞ്ഞ് ഇവിടെ വരികയാണ്. അപ്പം ജുബേരിയ ടീച്ചറെ ഇവിടെ നല്ലൊരു രീതിയിൽ കുറേയേറെ ചെടികൾ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് അത് കുട്ടികൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ ചെടികളിൽ തന്നെ മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള ചെടികളുണ്ട്, പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രത്യേകതയുള്ള ചെടികളുണ്ട്, ഫ്രൂട്ട്സ് ട്രീസ് ഉണ്ട്, പഴച്ചെടികൾ, അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റ്സ്, പലതരത്തിലുള്ള വെള്ളത്തിൽ വളരുന്ന ചെടികൾ, ക്ലൈംബേഴ്സ്, ഓർക്കിഡ്സ് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അതുപോലെ തന്നെ ട്രീ ഫാൻസ്. അത് നമുക്ക് കേരളത്തിൽ അങ്ങനെ കാണാൻ കിട്ടുന്നതൊന്നുമല്ല. ട്രീ ഫാൻസ് എന്ന് പറയുന്ന മരമായിട്ട് വളരുന്ന പന്നൽ ചെടികൾ, അതിൻ്റെ സംരക്ഷണ പ്രാധാന്യം കൂടുതലാണ്.
പിന്നെ പലതരത്തിലുള്ള ചെടികൾ, കണ്ടിട്ടില്ലാത്ത ചെടികളൊക്കെ കണ്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പം കുട്ടികൾ ഇതിന്റെ ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. ഇനിയും ഇവര് വലിയ പ്ലാന്റ് സയന്റിസ്റ്റുകളാകാനുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ ഒരു ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ അവർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വിസിറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സംരക്ഷണ പരിപാടിയിലൊക്കെ മുൻകൈ എടുക്കുന്ന ജുബീര ടീച്ചർ അതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കാൻ വേണ്ടി ഈ കുട്ടികളുടെ പേരിൽ ഞാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. ഒരു സെക്കൻഡ് ഒന്ന് ഇടപെട്ടെ. സാറ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മെൻഷൻ ചെയ്യണേ. ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 5 പ്ലാന്റ്സ് ഇവിടെ വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്നായാലും കൊണ്ടുവന്ന് വളർത്താതെ ഇവർ പ്രത്യേകം കാണിച്ചില്ല, അത് കാണിച്ചു തരാം. ന്യൂമാനിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ കോളേജിനടുത്ത് ഇങ്ങനൊരു ഇത്രയും വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ട്. ഞങ്ങൾ ഒരു 3rd ഇയർ എത്തിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. എങ്കിലും സാറും മാമും അനുവദിച്ചത് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. ഞങ്ങൾ അറിയുന്ന ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതിന് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാക്ടസ് അങ്ങനെയുള്ള സ്പീഷീസ് നമ്മൾ അധികം കാണാറില്ല. ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അധികം കാണാറില്ല. പക്ഷെ അതിൻ്റെ ഒരു വെറൈറ്റീസ് ഒക്കെ കാണാൻ പറ്റി. ഞങ്ങൾക്ക് അറിയില്ലാത്ത ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ പറ്റി. മാമിന് കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടായിരുന്നു, അത് അറിയാൻ പറ്റി. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഈ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ കോളേജിന് വളരെ അടുത്തുള്ള സ്പേസ് ആണ്. എങ്കിലും ഞങ്ങൾ അറിയാൻ ലേറ്റ് ആയിപ്പോയി. പക്ഷെ ഇത്രയും നല്ലൊരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള സ്പേസ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എക്സ്പോഷർ തരാനും അത് നല്ല രീതിയിൽ ഞങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പം അങ്ങനെ ഒരു ചാൻസ് തന്നതിന് താങ്ക് യു മാം. ഭയങ്കര അവർക്ക് ഞങ്ങൾക്ക് താങ്ക് യു സാർ. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങൾ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയ ആ ഒരു ട്രീ കാണുമെങ്കിൽ ഒരു ചെടി കാണുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു എക്സ്പോഷർ ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇങ്ങനെ കുറേ പ്ലാന്റ്സിൽ വളർത്തുന്നുണ്ട്. നമുക്ക് പ്ലാന്റ്സ് വളർത്തുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾക്കിത് ഇതിനകത്ത് ഏൺ ചെയ്യുകയും ചെയ്യാം. അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് ചെറുതലേ മുതലുള്ളൊരു ക്രൈസാണ്. പിന്നെ അന്ന് തന്നെ കുറച്ച് വളർത്തും. സമയക്കുറവ് കൊണ്ട് ഞാൻ ടീച്ചറായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ പരിമിതികളുണ്ടായിരുന്നത് റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഇത്ര ഇത് വിവരപ്പെടുത്തിയതും. പിന്നെ എനിക്ക് ഒരു പ്ലാന്റ് റിലേറ്റഡ് ചാനലും കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർക്കൊരു പ്രയോജനപ്രദമായിക്കോട്ടെ എന്ന് വെച്ച് ഞാൻ നമ്മുടെ HOD ഡോക്ടർ സാജു സാറുമായിട്ട് ബന്ധപ്പെട്ടതും അപ്പോൾ സാർ അത് പെട്ടെന്ന് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അവരത് കാണും. എനിക്ക് വളരെ സന്തോഷം തോന്നി. കുട്ടികളിങ്ങനെ വന്ന് നമ്മുടെ ഒരു കളക്ഷൻ ഇവിടെ കാണാനും അവർക്ക് പരിചയപ്പെടാനും ഒരു അവസരം കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട്. യൂറോപ്പില് ഇത് എന്താ പറയാ, മൊത്തം റോഡിൽ എവിടെ പോയാലും കാണുന്ന പ്ലാന്റാണ്. ലിറ്ററി ഇവിടെ കിട്ടും. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് പഠിപ്പിച്ച് വളർത്തില്ല. അപ്പൊ ഓക്കെയാണ് ഇവിടെ വളർന്നത്. പിന്നെ ഇത് അറിയാം, ഇത് നമുക്കിവിടെയുള്ള ഇതറിയാവുന്ന മണി പ്ലാന്റ് അല്ല, ഇത് ഫിലോഡൻഡ്രന്റെ ഹാങ്ങിങ് ആണ്. ഫിലോഡൻഡ്രൻ പ്ലാന്റ് ഉണ്ടല്ലോ, ഇതൊക്കെ ഫിലോഡൻഡ്രനാണ്. ഇതൊക്കെ അത്. അപ്പൊ അതിന്റെ ഒരു ഹാങ്ങിങ് ആണ്. ഇത് ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ പാം നമുക്കിവിടെയും കോമൺ ആണെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടോ? ഈ പാം ജർമ്മനിയിൽ കൊണ്ടുവന്ന് പിടിപ്പിച്ചാണ്. അപ്പൊ നമ്മുടെ എവിടെ നിന്ന് കൊണ്ടുവന്നാലും നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇവിടെ സർവൈവ് ചെയ്യും. ഈ സൊളാനേസി എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂവിന്റെ ഷേപ്പാണ്. ഇത് ബെല്ലിന്റെ ഷേപ്പിലാണ് ഇത് ഇതിന്റെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻഫന്റലി പൊമിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറാണ് അത്. അതുപോലെ നിപത്തിൽ ഒരു വരയുണ്ട്, ചെറുതായിട്ട് ഒരു വെളുത്ത് വര. ഇപ്പൊ പ്ലേറ്റഡ് കൊറോള എന്ന് പറയും. അത് ഈ ഒരു തക്കാളി അതുപോലെ തന്നെ വഴുതന, ഉരുളക്കിഴങ്ങ്, അതിന്റെയൊക്കെ ആ ഫാമിലിയുടെ ഒരു പ്രത്യേകതയാണ് അത്. നിങ്ങളിങ്ങനെ പന്തലിട്ട് വളർത്താറുണ്ട് ഏതെങ്കിലും അല്ലെങ്കിൽ പച്ചക്കറികളോ ഒക്കെ? അപ്പൊ ഈ പന്തലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായോ? ആർക്കും മനസ്സിലായോ? ഇത് 5 പീസാണ്. നിങ്ങൾക്ക് നൂല് എടുത്ത് എവിടെ വേണം ചെയ്യുന്നത്. ഇത് കുഴിച്ചിട്ടിട്ടില്ല, വെറുതെ ഇവിടെ വെച്ചിട്ടുള്ളൂ. പ്ലേറ്റ് പിടിച്ചിട്ട് വെറുതെ വെച്ചിട്ടുള്ളൂ. ഇത് 4 തൂണും ഇതൊരു ഒറ്റ പിടിച്ചു അങ്ങനെയാണ്. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് മാറ്റി ഇപ്പോൾ ടോപ്പിൽ കെട്ടി വെക്കണമെങ്കിൽ അവിടെ വയ്ക്കാം, അത് താഴെ വയ്ക്കാം. സ്ഥലം വേണ്ട, വെയിലുള്ള അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ഇത് മാറ്റി വയ്ക്കാം. ജീവികളൊന്നും ആക്രമിക്കില്ല ഇതിന്റെ ഈ സ്ട്രക്ചർ കൊണ്ട്. ഇത് നമ്മുടെ ആത്തപ്പഴം തന്നെയാണ്. ആത്തപ്പഴത്തിന് ഇത്ര മുള്ളില്ല. ഇത് എന്താ കാര്യം, നമ്മൾ ഇതിനെ പറയുന്ന അഗ്രിഗേറ്റീവ് ഫ്രൂട്ട് എന്നാ പറയുന്നത്. ഇത് ഒരെണ്ണം ഒരു ഫ്രൂട്ട്, ഇത് ഒരെണ്ണം ഒരു ഫ്രൂട്ട്, ഇത് വേറൊരെണ്ണം, ഇത് വേറെ ഒരെണ്ണം. ഇതെല്ലാം ഓരോ ഫ്രൂട്ടാണ്. ആത്തപ്പഴത്തിന് ഇത് തന്നെ കാണാം, പക്ഷെ കുറച്ചും കൂടെ കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്നത് മാത്രം. ഇത് കുറച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നു.
ടീച്ചർ പറഞ്ഞാൽ ഇത് ആത്തപ്പഴത്തിന്റെ ഫാമിലി തന്നെയാണ്. സീതപ്പഴം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കസ്റ്റാർഡ് എന്ന് പറയുന്ന ഫാമിലിയാണ്. ഇത് വേറൊരു വെറൈറ്റി ആണെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു തോന്നേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കോമ്പാക്ട് ആയിട്ട് വരും. നമ്മുടെ ടേംസിൽ ഇതിന് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയും. ഒരു ഫ്ലവറിൽ നിന്ന് ഉണ്ടായതാണ് ഈ ഓരോ കായും. ഒരു ഫ്ലവറിൽ നിന്നാണ് ഓരോ കായും ഉണ്ടായത്, പല ഫ്ലവറിൽ നിന്നല്ല. അതുകൊണ്ടാണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടെ ചിലപ്പോൾ ചില സ്പീഷീസുകളിൽ ഇത് കുറച്ചും കൂടെ സെപ്പറേറ്റ് ചെയ്തതാണ്. നമ്മുടെ മനോരഞ്ജനി അത് കുറച്ചും കൂടെ സെപ്പറേറ്റ് ആയിട്ട് വരും. നമ്മുടെ പൊളിയാക്കി നമ്മുടെ കോളേജിൽ വിട്ടിരിക്കുന്ന പൊളിയാക്കി അതിൻ്റെ അകത്ത് അത് കുറച്ചും കൂടെ സെപ്പറേറ്റ് ആണ് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി കാണും. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സ്റ്റുഡൻസിന്, പ്രത്യേകിച്ച് സയൻസ് ബോട്ടണി പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൽ ലൈക്ക് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ കൂട്ടുകാർക്കോ ഫാമിലി മെമ്പേഴ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.